സംസാരിക്കാൻ ഇവിടെ ആരുമില്ലേ? കുടുംബം തകർക്കുന്നത് എന്താണ്? കുടുംബം തകർക്കുന്നത് എന്താണ്? നമ്മുടെ സമൂഹത്തെ അധപ്പതിപ്പിക്കുന്നത് എന്താണ്? ലഹരിയും മദ്യവുമല്ലേ? അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഇവിടെ തുടങ്ങിയാലോ? ഈ ചോദ്യത്തിന് എന്താ? ഇപ്പൊ LDF-ന്റെ മദ്യവർജന നയമാണ്. പക്ഷെ നമ്മുടെ ബാറുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു, മദ്യം കൂടിക്കൊണ്ടേയിരിക്കുന്നു. മദ്യം കൂട്ടിക്കൊണ്ടിന് മദ്യവർജനം സാധിക്കില്ലല്ലോ. LDF വരും, എല്ലാം ശരിയാകും. ഓക്കെ, മദ്യം എന്നുള്ളത് വർജിക്കണം എന്ന് തന്നെയാണോ ഇടതുപക്ഷത്തിന്റെ നയം? അത് ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. അത് എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളതാണോ LDF? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തെല്ലാം അത് പതിയെ വർജിച്ച് അങ്ങനെ ഉപയോഗിക്കാതിരിക്കണം എന്ന് തന്നെയാണ് ഈ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഒരൊറ്റ അവസരത്തിൽ അതങ്ങ് നിരോധിച്ച് ഇങ്ങനെ നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. സർക്കാർ നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് ഞങ്ങൾ തുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂട്ടിയ ബാറുകൾ തുറന്ന ആളുകളാ. എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. LDF സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് പല പല പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെതിരാണ് LDF സർക്കാർ എന്നുള്ള ഒരു മോഹം സ്ത്രീകളുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിലേറിയിട്ടുള്ളത്. എന്നാൽ അധികാരത്തിലേറിയതിനു ശേഷം ഇവിടെ എത്ര ബാറുകളാണ് തുറന്നിട്ടുള്ളത്? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇവിടെ ബാറുകളുടെ എണ്ണം അവർ അധികാരത്തിലേറുന്നതിന് മുൻപ് ഇവിടെ തുടരുമെന്ന് പറയുന്നുണ്ടല്ലോ. ആ തുടരുമെന്ന് പറയുന്നത് ഇരട്ടിയോളം മദ്യഷോപ്പുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഇത് ഇനിയും തുടരുമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലൊരു നാറിയ ഭരണം സർക്കാർ പോകുന്ന സാഹചര്യത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സ്ത്രീ നല്ല രീതിയിൽ ചർച്ചകൾ ജനങ്ങളിലേക്ക് നല്ല മെസ്സേജ് ആയിട്ട് വരുന്ന സമയത്താണ് ചർച്ച വഴി തിരിച്ചുവിട്ടത്. ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ, ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ടാ. ഇത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഒരിക്കലും അനുവദിക്കാൻ പാടില്ല.